നമ്മുടെ അടുത്തൊരു ഫയൽ ഉണ്ട്, അത് സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അടുത്തുള്ള സുഹൃത്താണെങ്കിൽ നമുക്ക് ഫയൽസ് ബൈ ഗൂഗിൾ അല്ലെങ്കിൽ ഷെയർ ഇറ്റ് പോലെ ഒരുപാട് ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് തൊട്ടടുത്തുള്ള ഇപ്പോൾ വിദേശത്തുള്ള ഒരാൾക്ക് ഒരു GB അല്ലെ 2 GB 3 GB 5 GB വരെയുള്ള ഒരു ഫയല് അല്ലെങ്കിൽ ഒരു പുതിയ സിനിമ, ആ സിനിമ നമ്മളെ കയ്യിലുണ്ട്, സുഹൃത്തിന് അത് സെൻഡ് ചെയ്ത് കൊടുക്കണം. വാട്സപ്പ്, മെസ്സഞ്ചർ, ഫേസ്ബുക്ക് അങ്ങനത്തെ ഒരു സംഗതി കൂടെ നമുക്ക് ഇത്ര വലിയൊരു ഫയൽ ഷെയർ ചെയ്യാനാകില്ല, സെൻഡ് ചെയ്യാനാകില്ല. അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. വാട്സപ്പിൽ ഇപ്പോൾ 16 MB വരെ പോകും, അല്ലെങ്കിൽ മെയിൽ ചെയ്യാനുണ്ടെങ്കിൽ 25 MB വരെ പോകും. എന്നാൽ നമുക്ക് 5 GB വരെയുള്ള ഫയൽ വളരെ നിഷ്പ്രയാസം എളുപ്പത്തിൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ആവശ്യം വരും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഒന്നല്ല ഉപയോഗിക്കുന്നത്, അടിപൊളി ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെൻഡ് GB എന്ന് ടൈപ്പ് ചെയ്യുക. sendgb.com എന്ന സൈറ്റ് സെർച്ച് ചെയ്തിട്ട് സെർച്ച് റിസൾട്ടിൽ sendgb.com വരും. അതിൽ ഓപ്പൺ ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്താൽ ഇങ്ങനെ ഇത് വരിക. ഇതിൽ നമുക്ക് ഒരു അൽക്കുലത്തുമില്ല, ഡയറക്റ്റ് നമുക്ക് ഫയൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് ലിങ്ക് എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് നോക്കുക. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ഗ്യാലറിയിലുള്ള ഫയൽ എന്താണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനൊരു ഫയൽ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ 5 GB വരെ സെൻഡ് ചെയ്യുക. ഒരു ഫയൽ സെലക്ട് ചെയ്തിരിക്കുക. അത് ചെറിയൊരു ഫയലാണ്, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 5 GB റിമൈനിങ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഇമെയിൽ 2 ഇമെയിൽ ചോദിക്കും, അതൊന്നും നോക്കണ്ട, അതൊന്നും കൊടുക്കുകയും വേണ്ട. ഇവിടെ യുവർ മെസ്സേജ് എന്നുള്ളിടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇത് ഈ ഫയലിൻ്റെ കൂടെ അയക്കണമെങ്കിൽ അതും അവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഹായ് കൊടുത്തിരിക്കും. നമ്മൾ അയക്കുന്ന ഫയൽ എത്ര ദിവസം വരെ അവരെ ഫോണിൽ നിൽക്കണം എന്നുള്ള അതും ഇവിടുന്ന് സെലക്ട് ചെയ്യാം. 1 day മുതൽ 3 month വരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ സ്വകാര്യമായിട്ടുള്ളൊരു ഫയലാണ് അയക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പാസ്വേഡ് കൂടി സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു പാസ്വേഡ് ഞാനവിടെ സെറ്റ് ചെയ്യാം. അത് വേണമെന്നില്ല, വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡിസ്ട്രക്ട് ദി ഫയൽ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ ഫയൽസ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇതിലേക്ക് ലോഡാകുന്നൊരു ടൈം വെയിറ്റ് ചെയ്യുക. ഇവിടെ താഴെ ഒരു ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ടാവും, ഇവിടെ കോപ്പി എന്നുണ്ടാവും. ഈ കോപ്പി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആർക്കാണോ ഇത് അയക്കേണ്ടത് ആ സുഹൃത്തിന് വാട്സപ്പിലോ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്കിത് അയച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ കിട്ടുന്ന സുഹൃത്തിന് ഇതെങ്ങനെയാണ് ഓപ്പൺ ആകുക? അവർ ജസ്റ്റ് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഈ സൈറ്റിലേക്ക് പോകും. ഇവിടെ നമ്മൾ കൊടുത്ത ആ പാസ്വേഡ് എത്രയാണോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫയൽ അവിടെ ഡൗൺലോഡ് ആവും. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് 5 GB വരെയുള്ള ഫയലുകൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയുള്ള അടിപൊളി മെത്തേഡാണ്. ആവശ്യക്കാർ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.